ഹലോ! ഹെഡ്മിലുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ അടുപ്പിച്ച് ഞാൻ 2 വ്ളോഗ് ഇട്ടിരുന്നു. ഇതും അടുപ്പിച്ച് തന്നെ അടുത്ത വ്ളോഗും കൂടി ഇടുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, സമയം കിട്ടുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വ്ളോഗ് ഇടാമെന്ന്. ഇന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇതൊക്കെ അമേരിക്ക അയച്ചു കൊടുക്കോളെ. എന്നിട്ട് അമേരിക്കക്കാരെല്ലാം ഇങ്ങോട്ട് വരട്ടെ മേടിക്കാൻ. അതൊക്കെ അമേരിക്കയിൽ അയച്ചു കൊടുക്കും. ഈ സൈസ് അവിടെ കിട്ടത്തില്ല. ഇത് ആണുങ്ങൾ കഴിക്കുന്ന മീനാന്ന് പറ. ഇത് അതിനകത്ത് ഇല്ലെന്ന് തോന്നല്ലേ ഈ പറക്കാൻ. ഇഷ്ടം പോലെ തരും എന്റെ പൊന്നുമോക്ക് ഇഷ്ടം. ആളുകൾ വിചാരിക്കും എനിക്ക് ഇങ്ങോട്ട് പറയാം ഇവിടെ ഇതിനേക്കാളും കിട്ടുമല്ലോ, ഇതാണോ ഇത്ര ഇവിടെ കിട്ടിയ ഇത്രയാണോന്ന്. ഇതൊക്കെ ഉള്ളല്ല. നാളത്തെ ബിസിനസ് ഒക്കെ വാരി കൊടുക്കുമല്ലേ. 100 മതിയോ? കേരയൊക്കെ എങ്ങനെ ഇപ്പോഴത്തെ വില? 450. ഞങ്ങള് നെയ്മീനും കേരയൊക്കെ ഇപ്പം കഴിക്കുന്നില്ല. പിന്നെ അയില 300, 270 അവിടെ വിലയാ. പിന്നെ ഇത് സാധാരണപ്പെട്ടവനുള്ള മീന് ചാള. ഞാൻ എന്തോ ചെയ്യും? ഇത് എത്രണ്ടിയാ? അത് 100 ഉള്ളു. സ്വർണം പൈസ എടുത്തോണ്ട് വരട്ടെ. ഇപ്പൊ നമ്മുടെ ഈ റോഡിൽ കൂടെ പല മീൻ വണ്ടികളും പോകാറുണ്ടെങ്കിൽ ഞാൻ ഈ കടയിൽ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പം പുള്ളിക്കാരൻ അറിയത്തില്ല നമുക്കിങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നോ. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ദിവസം ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, മോളെ അന്ന് എടുത്ത വീഡിയോ എന്ത് ആർക്ക് അയച്ചു കൊടുക്കാനാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഇരിക്കിട്ടിക്ക വെറുതെ. ഇപ്പൊ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇത്രയും വലിയ ചട്ടി വേണ്ടായിരുന്നു, കുഞ്ഞി ചട്ടി മതിയായിരുന്നു. ഇതിന്റെ മൂട്ടി പിടിക്കാൻ പോലും കാണത്തില്ല ഇതിന്റെ മത്തി. ഓർത്തില്ല എന്നും ഈ ചട്ടിയല്ലേ എടുക്കുന്നേ. ആ ഓർമ്മയ്ക്കങ്ങ് ചെയ്തതാ, എന്തോ ചെയ്യാനാന്ന് പറ. വെളിവും വെള്ളിയാഴ്ചയില്ലാതാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. മത്തി ആയതുകൊണ്ട് തന്നെ ഇത്തിരി സവാള ഇട്ടിട്ടുണ്ട്. കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇത് വലിയ പീസ് മീനൊന്നും അല്ലല്ലോ, പെട്ടെന്ന് തീരുകയും ചെയ്യും, ഒത്തിരി ഇല്ല. അപ്പൊ രാവിലെ തന്നെ അങ്ങ് മീൻകറി വെക്കാന്ന് വെച്ചു. കാരണം എനിക്ക് വേറെയും കുറച്ച് ജോലിയുണ്ട്. മുറ്റം തൂക്കലാണ് പ്രധാനം. ഇപ്പൊ ഇല പൊഴിയുന്ന സമയമാണല്ലോ, അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോ തൂത്തില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മെനക്കേടാണ്. അപ്പൊ ഇന്നത്തെ മത്തിക്കറി എന്ന് പറയുന്നത് ഇതിനെയാണ് പറയുന്നത് ഓസ്രാളക്കറി എന്ന് പറയും. ഇതുവരെ നിങ്ങൾ എന്റെ നല്ല മീൻകറിയല്ലേ കണ്ടിട്ടുള്ളത്. നല്ല മീൻകറി അല്ലെന്നല്ല, എങ്കിലും എനിക്ക് പീസ് കറി വെക്കുന്നതിനോടാണ് കുറച്ചുകൂടി താല്പര്യം കേട്ടോ. ഇത് സാധാരണ ഞാൻ തേങ്ങ അരച്ച കറിയാണ് വെക്കുന്നത്. പക്ഷേ തേങ്ങയുടെ വില കാരണം ഇപ്പോൾ ഇത്തിരി കുറയ്ക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിലുള്ളവർക്കൊക്കെ അറിയാം തേങ്ങയുടെ വില ഡബിൾ ആണ്. നമ്മൾ നേരത്തെ മേടിച്ചതിന്റെ ഡബിൾ ആണ്. തേങ്ങ ഐറ്റംസിനെല്ലാം റേറ്റ് കൂടുതലാണ്. വെളിച്ചെണ്ണയ്ക്ക് ഓരോ ദിവസവും കൂടി പോന്നു. അപ്പം കുറഞ്ഞെന്നൊക്കെ പ്രതീക്ഷിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ 1-2 മാസമായിരുന്നു, ഒട്ടും കുറയുന്നില്ല. തെങ്ങുള്ളവർക്കൊക്കെ എന്താണ് സുവർണകാലം എന്ന് പറഞ്ഞാൽ മതി. ആ, നമുക്ക് തെങ്ങുമില്ല, ഒന്നുമില്ല, എന്തുണ്ടെങ്കിലും പുറത്തുനിന്ന് മേടിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ മീൻകറി അങ്ങ് തട്ടിക്കൂട്ടി അതിനുശേഷം തൂപ്പിനിറങ്ങിയതാണ്. ഒരു ദിവസത്തെ പണിയാണ് ഈ തൂപ്പെന്ന് പറയുന്നത്. മുറ്റം എല്ലാ മുറ്റം കൂടെ ഞാൻ ഒരു ദിവസം തൂക്കാറില്ല, ചില ദിവസങ്ങളിൽ അങ്ങനെ തൂക്കാറുണ്ട് കേട്ടോ. ഇതിപ്പം 2 ദിവസം ആയതേ ഉള്ളൂ. 2 ദിവസമല്ല, ഒറ്റ ദിവസം ആയതേ ഉള്ളൂ. അതാണ് ഇത്തിരി കരിയില കുറവ് കേട്ടോ. മറ്റേ മുറ്റം 2 ദിവസമായി, അവിടെ ഇത്തിരി കൂടുതലുണ്ട്, അതും തൂക്കണം. ഫ്രണ്ട് മുറ്റം ജോസൻ തൂത്തോളും, ഇന്റർലോക്ക് ഉള്ളത് കൊണ്ടേ അതൊന്നേരം ഞാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇപ്പം പക്ഷേ ഇല കൊഴിഞ്ഞതിന് ശേഷം പൂവ് കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഭയങ്കര മെനക്കേടി. അലർജി ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ പൂവ് കൊഴിയുന്ന സമയം. അപ്പൊ ഞാൻ ഈ പറമ്പും തൂക്കാറുണ്ട്. അത് ഡെയിലി തൂക്കാറില്ല. ഇതുപോലെ പൊഴിഞ്ഞ് ഞാൻ കുറെ പൊഴിയിട്ടെന്നും പറഞ്ഞ് അങ്ങ് നിൽക്കും. കാരണം എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തൂത്തേ പറ്റത്തുള്ളൂ. ദിവസം പറയും നീ എന്തിനാ ഇങ്ങനെ കിടന്ന് തൂക്കുന്നേ, അവിടെ കിടക്കട്ടെ, എല്ലാം പൊഴിയുന്നിടം വരെ അവിടെ കിടക്കട്ടെ. ഞാൻ പറയാം ജോസാര് പറഞ്ഞാൽ മതി, ആരെങ്കിലും കണ്ടാല് ആളുകൾ അറിയുന്നില്ല ഞാൻ ഇവിടെ എന്തൊക്കെ ജോലി ചെയ്യുന്നു, ഞാൻ വേറെ ബിസിനസ് ചെയ്യുന്നുണ്ടോ, എഡിറ്റ് ചെയ്യുന്നുണ്ടോ, വീഡിയോ എടുക്കുന്നുണ്ടോ, കുത്തിയിരിക്കാൻ സമയമില്ലാതെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നവർക്ക് അറിയത്തില്ല. കാണുന്നവരെന്തോ ചിന്തിക്കുന്നേ, അവൾക്ക് ഒരു പെണ്ണ് വീട്ടിലുണ്ട്, അവൾക്ക് എന്തുവാ വേറെ പണിയൊന്നും, മുറ്റം തൂക്കാൻ പോലും സമയമില്ല എന്നല്ലേ ചിന്തിക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ മനുഷ്യരല്ലേ. അപ്പൊ ഇതുപോലെ എപ്പോഴും ഞാൻ ഇറങ്ങുമ്പോൾ മാറാല അടിക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ മാറാലയുടെ ശല്യമുണ്ട്. അതുകൊണ്ട് വീടിന്റെ 2 സൈഡിലും ഞാൻ ഓരോ മാറാല അടിക്കുന്ന അത് വെച്ചിട്ടുണ്ട്. എവിടെ ഇറങ്ങിയാലും അന്നേരം മാറാല അടിക്കാൻ. ഇവിടെ
ഞാൻ ഈ ചക്ക വരട്ടുന്ന സമയത്ത് ഇവിടെ നിന്ന് അടുപ്പ് കൂട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ അങ്ങ് പൊടിയാണ് മൊത്തം. അതുകൊണ്ട് മണ്ണൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ നേരെയാക്കും കേട്ടോ. കാരണം നമ്മൾ തൂക്കുമ്പം വീണ്ടും മണ്ണ് ഒരു സൈഡിലോട്ട് പോകും, ആ ചിപ്സ് പിന്നെ നേരെയാക്കും. അപ്പൊ എനിക്ക് മുറ്റം തൂപ്പിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്, ലാസ്റ്റിലെ തീയിടൽ. ഇതെന്ത് ഈ വെള്ളമൊക്കെ ഏതാ ഈ വെള്ളം മേളി അടിച്ച് ആണ്ട് ഈ ഷീറ്റ് കിടക്കുന്ന കരിയിലാണ് മൊത്തം അത് വെള്ളം ഇല്ലാതെ കാറ്റ് കൊണ്ട് പോകത്തില്ലേ? ഇല്ലല്ല, കാറ്റടിപ്പിക്കുന്ന പരിപാടി ഇതില്ല. ഇത് കുറെ നാളായി ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഒരു പമ്പാണ്, നമ്മുടെ വണ്ടി കഴുകാനും അതുപോലെ തന്നെ എത്ര അഴുക്കുണ്ടെങ്കിലും അതും കൊണ്ട് അടിച്ച് കഴുകിയാൽ നല്ലതായിട്ട് ക്ലീൻ ആവും. ഈ പെയിന്റ് ഒക്കെ അടിക്കുന്ന ഒരു ഭിത്തിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ജോസൻ രാവിലെ തന്നെ കരിയിലയൊക്കെ അടിച്ച് ആ ആസ്പെറ്റോസിന്റെ മേള് മൊത്തവും കരിയില കൊണ്ട് കുമിഞ്ഞു കിടക്കുവാണ്. അപ്പൊ അതിന്റെ പണിയാണ് രാവിലെ. ആദ്യം ആ പൈപ്പ് വെള്ളത്തിൽ ഇട്ട് നോക്കി, വർക്കായില്ല. വീണ്ടും പിന്നെ വേറെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. എന്നെയാണ് താഴെ വെച്ച് നിർത്തിയിരിക്കുന്നത്, ഓണാക്കാനും ഓഫാക്കാനും. അപ്പൊ ഞാൻ മുറ്റം തൂത്തിട്ട് ഇച്ചിരി റെസ്റ്റ് എടുക്കാനായിട്ട് ഇരുന്ന സമയത്താണ് ജോസാന്റെ പണിക്ക് വേണ്ടി എന്നെ ഹെൽപ്പറായിട്ട് വിളിച്ചത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പൊ അത് രാവിലെ തന്നെ എത്തി. മിക്കവാറും ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. ഇന്ന് രാവിലെ വിളിച്ചായിരുന്നു, ചേച്ചിയെ ഞാൻ രാവിലെ വരുമെന്ന്. സ്ഥിരം വരുന്ന പയ്യനാണ് കേട്ടോ, അതുകൊണ്ട് അറിയാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യത്തേ ഉള്ളൂ, ഇന്ന സാധനം വന്നിട്ടുണ്ട്, വരും, ഞങ്ങൾ വീട്ടിലുണ്ടോന്ന് അറിയാൻ വിളിക്കാറുണ്ട്. അപ്പൊ ഇത് ഞാൻ പുതിയൊരു സംഭവം ഓർഡർ ചെയ്തതാണ്. എന്താണെന്ന് ഞാൻ ഈ വ്ളോഗിൽ തന്നെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ മുളക് തൈകൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ പൈപ്പ് വേണമായിരുന്നു. അത് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അത് ഫ്രണ്ടിലെ പൈപ്പിൽ ഫിക്സ് ആയിട്ട് ദിവസം ഫിറ്റ് ചെയ്ത് വെച്ചേക്കുക, അത് നൂരാൻ പറ്റത്തില്ല. അപ്പൊ ഈ പൈപ്പിനോടൊപ്പം ഞാൻ ഓർഡർ ചെയ്തതാണ് ഇതും. അപ്പൊ നിങ്ങൾ വിചാരിക്കും നാട്ടിലെ കടകളിൽ ഇല്ലേന്ന്. പല കടകളിലും നോക്കി, എനിക്ക് പറ്റിയതും നീളം കൂടിയതും അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ 2-3 കടകളിൽ നോക്കി കേട്ടോ. അപ്പൊ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചതേ. അപ്പൊ എന്താണ്, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പല ചിന്തകളല്ലേ മനസ്സിൽ കൂടെ പോന്നേ. ആദ്യം ദിവസം മേളിൽ കയറി പോയി ബക്കറ്റിനകത്ത് ആ പൈപ്പ് ഇട്ടിട്ട് വെള്ളം കയറിയില്ല, അടുത്ത പരിപാടി ചെയ്യുവാണ് കേട്ടോ. മുഷിഞ്ഞുള്ള പണിയാണ്. രാവിലെ ധാരാളത്ത് ഭ്രാന്തന്റെ ജോലി ചെയ്യുവാണ്. മുഷിയുന്ന ജോലി ചെയ്യാൻ ജോസാനെ കഴിഞ്ഞേ ഉള്ളൂ, മുഷിയുന്ന ജോലി ചെയ്യാൻ. എന്നാ എളുപ്പമുള്ള എന്തെല്ലാം ജോലികൾ ഇവിടെ കിടക്കുന്നു, അതൊന്ന് ചെയ്യാൻ പറഞ്ഞ ആവൂന്നും പറഞ്ഞ് നടക്കും. നമ്മളൊക്കെ എളുപ്പമുള്ള ജോലികൾ പെട്ടെന്ന് തീർക്കാൻ നോക്കും. അടുത്ത കള അത് വീണ്ടും ഫിറ്റ് ചെയ്യണം, അവിടെ അത്യാവശ്യമായി. ഞാനവിടെ സൈഡിൽ ഇത് നടാൻ പോവാ, എന്തെങ്കിലുമൊക്കെ പടത്താൻ. മേളില് കമ്പിയ കയറ് കെട്ടി കൊടുത്തു, അത് ഇനി ഫിറ്റ് ചെയ്തൂടെ? അത് എന്ന് ഇളക്കി കളഞ്ഞെന്ന് പോലും ഞാൻ കണ്ടില്ല, ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നത്. അത്യാവശ്യമായിരുന്നത് ഉള്ള പൈപ്പുകൾ മൊത്തവും ആ ബാക്ക് സൈഡിൽ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അതിനെ എടുത്തങ്ങ് കളഞ്ഞ്. അതുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഓസ് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടുന്ന് ബക്കറ്റിൽ പിടിച്ചതങ്ങ് ഒഴിച്ചാൽ മതി. അതിനെ എടുത്ത് കളഞ്ഞു. ആവശ്യമുള്ള പൈപ്പെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആവശ്യമില്ലാത്തതിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് ഇതിൽ മുറുക്കിയാൽ പിന്നെ ഇനി എനിക്ക് മുറുക്കാൻ എന്തോ ചെയ്യാൻ എൻ്റെ ഓസിന്? ഇത്രയും കഷ്ടപ്പെട്ട് ടൈറ്റ് ചെയ്തിട്ട് രാവിലെ തലവേദന എടുക്കുന്നു. കടുപ്പത്തിലൊരു ചായ കുടിക്കാൻ തോന്നുന്നു. ചായയോ കോഫിയോ കുടിക്കാൻ തോന്നുന്നു. എനിക്ക് തലവേദന എടുക്കുന്ന ചായയോ കോഫിയോ കുടിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ജോസൻ എന്തോന്നും മിണ്ടാതെ ഇരിക്കുന്നേ. അങ്ങനെയാണോ പറയണ്ടേ? ഇത് ഓപ്പറേറ്റ് ചെയ്തു. ഓ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ട് എൻ്റെ കുറ്റിക്കുരുമുളക്. ഇവിടെ ഏത് കൃഷി ഫാമിൽ നിന്നാണെന്നറിയില്ല, വന്ന് കുറച്ച് പിടിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ ഇതിൻ്റെ പരിപാലനം എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. 3-4 നിപ്പുണ്ട് ഇപ്പം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല.
ഞാൻ ഓടിപ്പിടിച്ച് മേളിൽ ചെന്നപ്പോഴത്തേക്ക് ജോസാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അത്രയും സമയം കൊണ്ട്. ഇത് വെള്ളം ഒത്തിരി വേണോന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷെ വേണ്ട കേട്ടോ. ആ ഫോഴ്സിലാണ് ഈ കരിയിലെല്ലാം പോകുന്നത്, അല്ലാതെ എയർ കൊണ്ടുള്ള ആ സംഭവം അല്ല ഇത്. അപ്പൊ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആവും. അത് മാത്രമല്ല ആസ്പെറ്റോസിലൊക്കെ അഴുക്ക് മൊത്തം പോയെന്നുള്ളത് അത് ആ പൊടി കരിയില അടിച്ചു കളഞ്ഞപ്പോഴത്തേക്കേ, നേരത്തെ ഇവിടെ ഇറങ്ങിയായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ആസ്പെറ്റോസിൽ ഇറങ്ങി. അതല്ലെന്നുണ്ടെങ്കിൽ സെഫിൻ ഇറങ്ങി ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു ഇത് കരിയില മാറ്റിക്കളയാനേ. അപ്പൊ എപ്പോഴും എപ്പോഴും അതും പറ്റത്തില്ലല്ലോ, അതുകൊണ്ടുകൂടിയൊക്കെയാണ് ഇത് മേടിച്ചത്, ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ. ഇത് അത്യാവശ്യമാണ്, കാരണം എത്രയൊക്കെയാണെങ്കിലും നമ്മുടെ ചുറ്റുപാടും റബ്ബറുള്ള കാലത്തോളം നമ്മുടെ ആസ്പെറ്റോസിന്റെ മേളിലും ആ വെള്ളം പോകുന്ന പാത്തിയുടെ മേളിലും എല്ലാം കരിയില നിറഞ്ഞു കിടക്കുവാണ്. അപ്പൊ നമുക്കിത് മേടിക്കാതെ നിവൃത്തിയില്ല. എപ്പോഴും എപ്പോഴും ഇതിന്റെ മണ്ടയിൽ ഇറങ്ങി ക്ലീൻ ചെയ്യുക പ്രാക്ടിക്കൽ അല്ല. ഈ തെങ്ങ് വെട്ടിക്കളയണമെന്ന് ചോദിച്ചാൽ ഒട്ടും വെട്ടാൻ സമ്മതിക്കത്തില്ലെന്ന് ഞാൻ. ഇത് നമ്മുടെ വീട് വെച്ച സമയത്ത് ഞാൻ മേടിച്ചു വെച്ച ഒരു തെങ്ങും തൈയാണ് കേട്ടോ. ഇത് പൂക്കുമോ ഇല്ലയോ, അതിനകത്ത് തേങ്ങ പിടിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. മേളിലോട്ട് കിടക്കുന്നോണ്ട് ദിവസം വെട്ടിക്കളയണമെന്നാ പറയുന്നത്. ഇതാണ്ട് ആ ഭിത്തിയിൽ ഒരു പാട് കണ്ടോ, മണ്ണിന്റെ, അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് അറിയുന്നത് ഈ പൈപ്പ് അവിടുന്ന് ഇളക്കി കളഞ്ഞ കാര്യം. അത് അവിടെ ഉള്ളത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ നേരത്തെ തുണിയൊക്കെ വിരിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒലച്ചിടണമെങ്കിലും ഒക്കെ അവിടെ ആയിരുന്നു ഞാൻ ഒലച്ച് തന്നെ ഇടുന്നത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ കടയുടെ അവിടെ ഈർപ്പം പിടിക്കുന്നതിന് ഷീറ്റ് ഒട്ടിച്ചിട്ട് ചെയ്ത ഒരു സംഭവമാണ്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം ചെയ്തവര് 3-4 വർഷം ചെയ്തിട്ടും കുഴപ്പമില്ല എന്നുള്ള ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മളും ചെയ്തത്. അപ്പൊ നല്ല കണ്ടില്ലേ, ഇതൊക്കെ ഇത് കാർപോർച്ചിന്റെ മേളിലാണ്, അത് മൊത്തത്തിൽ നിറഞ്ഞു കിടക്കുവാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വരുമോ, അത് കഴിഞ്ഞിട്ടേ അവിടെ ക്ലീൻ ചെയ്യാവേ എന്ന് പറഞ്ഞതാണ്. പക്ഷെ പറയാനല്ലേ പറ്റൂ, അതിനു മുമ്പ് അവിടെ ക്ലീനിങ് കഴിഞ്ഞു ഞാൻ ക്യാമറയും കൊണ്ട് വന്നപ്പോഴത്തേക്ക്. ഇത് വിറവുവരയുടെ മേള് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ കേറിയപ്പം എല്ലാം ക്ലീൻ ചെയ്തിറങ്ങി. പക്ഷെ ഇനിയാണ് രസം. തൂത്ത് വൃത്തിയാക്കിയിട്ടതാണിപ്പം. ഇതാ കിടക്കുന്നു, മേളിൽ നിന്ന് കരിയില അടിച്ചിറക്കി. ഇനി ഇത് വെള്ളം തോരാതെ എനിക്ക് തൂക്കാനും പറ്റത്തില്ല. ഇപ്പം വൃത്തിയായിട്ട് തൂത്തിട്ടതാ. വൃത്തിയാക്കിയിട്ടായിരുന്നു മിക്കവാ. ഞാൻ എപ്പോഴേ പറഞ്ഞു കരിയിട്ട് അടിക്കണം നോക്കട്ടെ. അതിനുശേഷം എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ ഹാൻഡ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അത് അവിടെ കുത്തിയിരുന്ന് ഞാൻ സോപ്പിട്ട് ഒലച്ച് സാവധാനം ചെയ്ത് തീർന്നപ്പോഴത്തേക്ക് ഒരു സമയമായി കേട്ടോ. അപ്പൊ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഓൾറെഡി അങ്ങോട്ട് പറഞ്ഞായിരുന്നു, ഇപ്പൊ അടുപ്പിച്ച് കുറെ വ്ളോഗില് ഞാൻ ഈ സെയിം ഡ്രസ്സാണ്. ദൈവമേ, അത് കഴിഞ്ഞപ്പോഴാണ് കുറെ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് കിട്ടു, കമന്റ് കിട്ടു. ഞങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് ഇത് ഊരി മാറ്റാറായില്ലയോ, തേച്ച് അലമാരി വെച്ചേരെ എന്തൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഇനിയും ഞാൻ ആ സെയിം ഡ്രസ്സിൽ എന്റെ വ്ളോഗ് ഉണ്ടെന്ന് കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ ഏതൊക്കെ ക്ലിപ്സ് ആണ്. അപ്പൊ അതാ ഫ്ലിപ്കാർട്ടിൽ ഞാൻ മേടിച്ച സാധനമാണ് ഇത്, നമ്മുടെ ഗ്ലൗസ്. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ? പുറമേ കണ്ടിട്ടോ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ ഗാർഡൻ ടൂൾസ്. ഞാന് പറഞ്ഞല്ലോ കമ്പോസ്റ്റ് ഒക്കെ ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇളക്കാനും നമ്മുടെ മുളക് കാന്താരിയൊക്കെ ഞാൻ നട്ടു വളർത്തുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ മൂട്ടില് മണ്ണിളക്കാനും എല്ലാത്തിനും ഞാൻ നമ്മുടെ സാധാ കരണ്ടി ഇല്ലയോ, നമ്മുടെ മേശിരിമാരൊക്കെ ഉപയോഗിക്കുന്നത്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഇത് മേടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. എന്തായാലും മേടിച്ചു. നല്ല സംഭവമാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ഈ തണ്ടൊക്കെ കട്ട് ചെയ്യാനേ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പം കറിവേപ്പൊക്കെ നമ്മൾ ഒടിച്ചെടുക്കുമല്ലേ, അതൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതൊക്കെ എന്താണ്, നല്ല മൂർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അത് കുറേ കിടിപിടികളുണ്ട്. ഇതിങ്ങനെ നമ്മുടെ കരണ്ടി പോലുള്ള, ഇത് അതിൻ്റെ വലുത്. ഇതിങ്ങനെ മണ്ണ് ഇളക്കുന്നതായിരിക്കും. ഇതായിരുന്നു എനിക്ക് അത്യാവശ്യം, അതിൻ്റെ മൂട്ടിൽ നിന്ന് മണ്ണ് ഇളക്കാൻ. ഞാൻ എൻ്റെ സാധാ കരണ്ടി കൊണ്ടായിരുന്നു ഇളക്കിക്കൊണ്ടിരുന്നതേ. ഇത് വലിയ ചില്ലയൊക്കെ കട്ട് ചെയ്യാനുള്ളതാന്ന് തോന്നുന്നു.
ഇങ്ങനെയാണ് കേട്ടോ സംഭവം. ഇങ്ങനെ കട്ട് ചെയ്യാൻ ഇത് ലോക്ക് ചെയ്യുന്ന സംഭവം അത് കൊള്ളാം. ലോക്കായി. അപ്പോൾ ഇതും അതുപോലെ ആയിരിക്കുമല്ലോ. ഇവിടെ ഒരു സ്നാപ്പി ഉണ്ട്. ആണ് വേണ്ടേ. ഇതെന്തിനുള്ളയാവോ? ഇതതുപോലെ എന്തെങ്കിലും കട്ട് ചെയ്യാനുള്ളതായിരിക്കാം. എന്നിട്ടിങ്ങനെ ലോക്ക് ചെയ്യാൻ അത് കൊള്ളാം. കട്ട് ചെയ്യാനുള്ള സിസർ ടൈപ്പ് ഒക്കെ നല്ല മൂർച്ചയാണ് കേട്ടോ. മറ്റേ ആ റോസ് അല്ലേ അത്, ഓറഞ്ച് പിടിയുള്ളത്, അത് എത്രത്തോളം ക്വാളിറ്റി നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ പോലുള്ള തുക്കട എന്താണ് ചെറിയ ചെറിയ കുട്ടി കുട്ടി സംഭവങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം അത് വലിയ ബലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരെണ്ണം ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങി. കമ്പോസ്റ്റ് ഒക്കെ ഇളക്കാനേ ആ 4 പല്ല് പോലുള്ളത്. അപ്പം അത് ലൂസായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഒരു കരണ്ടി പോലുള്ളതേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. സ്റ്റാർട്ടിങ്ങിൽ വേണ്ടവർക്ക് അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് ആണ്, അതായത് നല്ല സാധനങ്ങളാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തൊരു സുഖജീവിതം. രാവിലെ എണീക്കണ്ട, ജോലി ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട, നാളെ എങ്ങനെയൊക്കെ ജീവിക്കുമെന്ന് ചിന്തിക്കണ്ട, അടുക്കളയിൽ ഉച്ചയ്ക്ക് എന്തോ ഉണ്ടാക്കും, രാത്രി എന്തോ ഉണ്ടാക്കും എന്ന് ചിന്തിക്കണ്ട, ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ അടയ്ക്കും, വെള്ളത്തിൻ്റെ എങ്ങനെ അടയ്ക്കും, സർക്കാരിൻ്റെ ടാക്സ് എങ്ങനെ അടയ്ക്കും, ഒന്നും ചിന്തിക്കണ്ട. ഒരസുഖം വന്ന ആശുപത്രി പോകുന്ന എന്ത് ചെയ്യും, ഒരു ടെൻഷനും ഇല്ലതാ കിടക്കുന്നു. കിടന്നു കേട്ടോ, ഞാൻ പോവാം. നേരത്തെ ഇങ്ങനെ അടുക്കത്തില്ലായിരുന്നു, ഇപ്പോൾ എടുക്കും. ഞാൻ പോവാം, മോള് കിടന്നു ഇവിടെ. അപ്പൊ എന്റെ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇവള് വന്നിരുന്ന കുറെ നേരം ഇവളുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അവൾ അതെല്ലാം കേട്ടിരിക്കും എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ബിസിനസ്സുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നു. ഡെയിലി കൊറിയർ അയക്കുന്നുണ്ട്. ഓർഡർ തരുന്നവർക്ക് ഒത്തിരി നന്ദി. അച്ചാറുകള് ഇടുന്നുണ്ട്. ഞാൻ സ്റ്റാറ്റസ് ഇടാത്തതുകൊണ്ട് പലർക്കും മനസ്സിലാവുന്നില്ല ഞാൻ എത്രത്തോളം സംഭവങ്ങൾ ഇവിടെ ചെയ്യുന്നു എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹോംമെയ്ഡ് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് തന്നാൽ മതി. ലിസ്റ്റ് തരാമോ എന്നൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ ലിസ്റ്റ് തരാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. എനിക്ക് ഇന്ന് കൊറിയർ പാക്കിംഗ് ഉണ്ടായിരുന്നു, കൊറിയർ അയക്കാൻ ദിവസം പോകണമായിരുന്നു, എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കിട്ടുന്ന സമയമൊക്കെ കുറേശ്ശെ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പൊ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനിയും അടുത്ത വീഡിയോയുമായി വരാം. Till then, bye. God bless you.